നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഇൻ്റർനാഷണൽ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ട്രിവാൻഡ്രം. ഞാനിന്ന് പെയിനായിട്ട് പറയാൻ പോകുന്നത് ഈ ചുമ, അതുപോലെ ന്യൂമോണിയ, ടൈഫോയിഡ്. ഇപ്പോൾ ഇത് മൂന്നും കൂടി ഇപ്പോൾ ഒരുമിച്ച് പറയുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോവിഡിന് ശേഷം എല്ലാ ആളുകൾക്കും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലങ് ഇൻഫെക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് അതിൻ്റെ ഒരു പ്രധാന ലക്ഷണം, ഇപ്പോൾ നേരത്തെ തന്നെ അലർജി ഇല്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ തൊട്ടതിനെല്ലാം അലർജി കാണുന്നുണ്ട്. പിന്നെ കൂടെ ജലദോഷം വരുന്നുണ്ട്. ഈ ജലദോഷം വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ചുമയും വരുന്നുണ്ട്. ചിലത് ഇൻടോളറബിളായി നിൽക്കാത്ത ചുമയായിരിക്കും. ഈ ഏത് സമയമല്ല, ചില സമയങ്ങളിൽ കൂടും കുറയും. പിന്നെ വരുന്നത് ഈ ന്യൂമോണിയ ആയിട്ടും വരുന്നതുണ്ട്. കാരണം ഈ ജലദോഷം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ന്യൂമോണിയ ആയിട്ടോ ടൈഫോയിഡായിട്ടോ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്, ചെറിയൊരു കോൾഡ് വന്നാൽ തന്നെയും ഒരു ഡോക്ടറെ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറെ പോയി നിങ്ങൾ സമീപിച്ചിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് നിങ്ങൾ ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂടി വന്നാൽ ഒരു 500-1000 രൂപയ്ക്ക് അകത്തുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണം ഇങ്ങനെ പറയും, നമുക്ക് ബ്ലഡ് റൂട്ടീൻ അല്ലെങ്കിൽ യൂറിൻ റൂട്ടീൻ. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഈ ബ്ലഡിൻ്റെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ എന്തെല്ലാം കുഴപ്പങ്ങൾ അതിനകത്തുണ്ടെന്ന് അറിയാം. അത് കഴിഞ്ഞാൽ ഇത് പറയാവുന്ന കാര്യം, ഇപ്പോൾ ആളുകൾക്ക് ഈ എക്കണോമിക്കലായിട്ട് ആളുകൾ പൈസ തന്നെ ഇല്ല. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ മെഡിസിനും ഇല്ല, ടെസ്റ്റും ഇല്ല, യാതൊന്നും ഇല്ല. പിന്നെ പ്രൈവറ്റ് വലിയ ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെറിയ ക്ലിനിക്കുകളിൽ പോയി കഴിഞ്ഞാൽ ലാബറട്ടറിയോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് അവർ ഏതെങ്കിലും രീതിയിൽ ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള ആദ്യമായിട്ട് എന്തൊക്കെയാണുള്ളത് നമുക്ക് ഒരു ഗ്ലാൻസ്, ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇത് ഡോക്ടർമാരുടെ അറിവിനോട് വേണ്ടി ഞാൻ പറയുന്നതാണ്. ചില ആൾക്ക് പൈസ ഇല്ലെങ്കിൽ തന്നെ അതാണ് ഏറ്റവും കുറഞ്ഞ് 2 ടെസ്റ്റ് ചെയ്യുക. മൂത്രം നോക്കുക, രക്തം അത്യാവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പിന്നെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതറിയാം, ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതറിയാം. നിസ്സാര ടെസ്റ്റ് കൊണ്ടെല്ലാം അറിയാം. അതുപോലെ തന്നെ പിന്നെ ഈ രക്തത്തിൻ്റെ കൂടുതൽ കുറവറിയാം. ഇപ്പോൾ അനീമിക്കാണോ, അതായത് വിളർച്ചയുണ്ടോ ഇല്ലെന്നുള്ളതെല്ലാം നമുക്ക് നോക്കുമ്പോഴത്തേക്കറിയാം. അപ്പോൾ ഈ കോൾഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയി ഈ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ഗുളിക വാങ്ങിക്കാതെ ഒരു ഡോക്ടറെ അടുത്ത് തന്നെ പോയി നിങ്ങൾ ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ജനറൽ എക്സാമിനേഷൻ ആ ഡോക്ടർ ചെയ്യും. അത് ഏത് ഡോക്ടറെ അടുത്ത് പോയാൽ, ഇപ്പോൾ ഹോമിയോപ്പതി ആയാലും കുഴപ്പമില്ല, നാച്ചുറോപ്പതി ആയാലും കുഴപ്പമില്ല, പിന്നെ ആയുർവേദം ആയിക്കഴിഞ്ഞാൽ മോഡേൺ മെഡിക്കൽ, ഏത് മെഡിസിനെങ്കിലും നിങ്ങൾ പോയി ആദ്യമായിട്ട് കാണണം. കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം പറയാം, ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ, അതായത് ഈ ടൈഫോയിഡോ ന്യൂമോണിയയോ ചുമയോ വരാതിരിക്കാൻ നമുക്കൊരു ജലദോഷം വന്നു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസത്തേക്ക് നിങ്ങൾ കുളിക്കാതിരിക്കുക. കുളിക്കാമെന്ന് പറഞ്ഞാൽ തലയിൽ വെള്ളം ഒഴിക്കാതിരിക്കുക. ശരീരം നിങ്ങൾ എഴുതുന്നതിന് കുഴപ്പമില്ല. എന്നിട്ട് കഴിയുന്നതും കൂടുതൽ വെയിൽ കൊള്ളാതിരിക്കുക. പിന്നെ ഔട്ട്സൈഡ് ജോലി നമുക്ക് ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല, എന്നാലും നമ്മുടെ ആരോഗ്യത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ചെയ്യുക. ഇത് അല്ലെങ്കിൽ ചില ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കുളിക്കാതിരിക്കും, അപ്പം പിന്നെ കുളിക്കാതിരിക്കാൻ ഒക്കത്തില്ല. എല്ലാ ദിവസവും കുളിക്കുന്നവരുണ്ട്. പനി വന്ന് ചുമ വന്നു കഴിഞ്ഞാലും കുളിക്കും, എന്ത് വന്നു കഴിഞ്ഞാലും കുളിക്കും. കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് എല്ലാവരും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. പിന്നെ ചുമ വന്നു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ചുമ പിന്നത് ബ്രോങ്കൈറ്റിസ് ആയിട്ട് മാറും. ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കുഴലുകൾ ചുരുങ്ങാൻ തുടങ്ങും. പിന്നെ അതിൻ്റെ കൂടെ ഇൻഫെക്ഷൻ ഉണ്ടാവും. അത് വിട്ടുമാറാത്തൊരു ചുമയ്ക്കും ഇൻഫെക്ഷനും പിന്നെ സാധ്യത വരുന്നു. പിന്നെ ഇതൊന്നും നമ്മൾ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ന്യൂമോണിയ ആയിട്ട് മാറും. ന്യൂമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ് ഇൻഫെക്ഷൻ വന്നിട്ട് ടെമ്പറേച്ചറും വന്നിട്ട് പിന്നെ അവസാനം നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ ചെയ്യണം. ന്യൂമോണിയയുടെ കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആളുകൾ മരിക്കാൻ വരെയും സാധ്യതയുണ്ട്. അതുപോലെയാണ് നമ്മൾ ടെമ്പറേച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ കുളിക്കാതെയും തലയിൽ വെള്ളമൊഴിക്കാതെ ശരീരം കഴുകുന്നതിന് യാതൊരു കുഴപ്പമില്ല. കൂടെ ചൂടുവെള്ളം കുടിക്കുക. പിന്നെ കഴിയുന്നതും ഈ റൂം ടെമ്പറേച്ചറുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കാം. പിന്നെ പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കാം. അതുപോലെ വെള്ളമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഒരു ബോഡിയിൽ ഒരു ദിവസത്തെ ഫങ്ഷന്, അതായത് പിന്നെ പ്രവർത്തനത്തിന് 4 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം വേണം. ഇല്ലെങ്കിൽ 3 കുടിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗ്ലാസിൻ്റെ ഒരു 10 ഗ്ലാസ്, ചെറിയ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ വിഷാംശങ്ങളും
ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മലത്തിൽ കൂടെയും മൂത്രത്തിൽ കൂടെയും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപ്പറ്റി അടുത്തുള്ള ഡോക്ടറെ അടുത്ത് നിങ്ങൾ വന്ന് ചെറിയൊരു ജലദോഷം വന്നു കഴിഞ്ഞാൽ തന്നെയും നിങ്ങളൊരു ഡോക്ടറെ സമീപിച്ചിട്ടേ നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ കഴിക്കാവൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നാച്ചുറലായിട്ടുള്ളതും പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിനും എല്ലാം അവർ തരുന്നതാണ്. പക്ഷേ നമ്മൾ മാത്രം ഒരു സ്വയം ചികിത്സയ്ക്ക് പാടില്ല. പിന്നെ ഇതിൻ്റെ പ്രധാന കാരണം ഈ കോവിഡ് വന്നതിന് ശേഷം ഈ ലങ് ഇൻഫെക്ഷൻ, അതായത് നമ്മുടെ ശ്വാസകോശത്തിന് ശക്തി വളരെ കുറഞ്ഞിരിക്കുകയാണ്. കാരണം ഇത് ഇന്ന് നമ്മുടെ ഇവിടെ മാത്രമല്ല, ഇത് ലോകം മുഴുക്കുള്ള പ്രതിഭാസമാണ്. കാരണം ഇതെല്ലാ ആളുകൾക്കും വരുന്നതാണ്. പിന്നെ ചില ആൾക്ക് പ്രതിരോധ ശക്തിയുള്ളവർ അതിൽ നിന്ന് സർവൈവ് ചെയ്യും, ഇല്ലാത്തവർ സർവൈവ് ചെയ്യത്തില്ല. പിന്നെ പ്രതിരോധ ശക്തിക്ക് നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്ന നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതിൻ്റെ പേര് കോഎൻസൈം Q10. അതിൻ്റെ പിന്നെ മാർക്കറ്റിൽ അതായത് എൻ്റെ മെഡിക്കലായാണ് ഞാൻ ഈ പറഞ്ഞത്, അല്ലാതെ പല പേരിലും അത് കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ CoQ100 എന്ന് പറയും. അത് ഈ പ്രോഡക്റ്റിന് ഉണ്ടാക്കുന്നത് സെറം ഇന്ത്യയാണ് കോവിഡ് വാക്സിൻ വരെ ഉണ്ടാക്കിയത്. ആ കമ്പനി ഉണ്ടാക്കുന്നില്ല, അവർ ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവരോട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ജപ്പാൻ്റെ മെഡിസിനാണത്. കാരണം ആ ഒരു ടെക്നോളജി ഇന്ത്യ വളർന്നിട്ടില്ല. നമ്മുടെ ഫാർമക്കോളജിയും എല്ലാം വളരെ വളർന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ആ ഒരു പ്രോഡക്റ്റ്, ഉദാഹരണത്തിന് ഞാൻ ഈ കോവിഡ് സമയത്ത് ഈ കോഎൻസൈം Q10 മാത്രമേ പേഷ്യൻസിന് കൊടുത്തിട്ടുള്ളൂ. അത് കഴിച്ചിട്ട് ആർക്കും കോവിഡ് വന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ കോവിഡ് വന്ന് കാണും, അതിൻ്റെ കോംപ്ലിക്കേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് ഇതേപ്പറ്റി ഞാനിത് എത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാനിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം ഒഴിവാക്കുക, ഈവൻ ബൈപ്പാസ് സർജറി ഒഴിവാക്കുക. ഹാർട്ട് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ പോയി ചെയ്യുന്ന അതേ സെയിം ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ കൊടുക്കുന്നത്. അതിൻ്റെ പ്രധാനമായിട്ട് കൊടുക്കുന്നത് ഒന്ന് ലേസർ തെറാപ്പി, രണ്ട് കിലേഷൻ. ഈ രണ്ടും നമുക്ക് കോൾഡ് ടു ക്യാൻസറിന് വേണ്ടിയും വളരെ എഫക്റ്റീവാണ്. ഇപ്പോൾ ഒരു ബൈപ്പാസ് സർജറിക്ക് ഒരു 3 lakhs 5 lakhs വരുന്നെങ്കിൽ തന്നെയും ഹോസ്പിറ്റലൈസേഷനൊക്കെ വരണം. ഇതില്ലാതെ തന്നെ നമുക്ക് നല്ലൊരു ശതമാനം ഈ രണ്ട് ട്രീറ്റ്മെൻറ്റ് കൊണ്ടും മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ കിലേഷൻ തെറാപ്പി എടുത്തു കഴിഞ്ഞാൽ ഒരു കോഴ്സിന് മാക്സിമം ഒരു 5,000 to 20,000 മാക്സിമം വരും. ഇത്രയും കൊണ്ട് തന്നെ നമുക്കൊരു ബൈപ്പാസ് സർജറി ചെയ്യുന്നതിൻ്റെയോ അല്ലെങ്കിൽ ആൻജിയോഗ്രാമിനേക്കായും ദോഷവശം ഇല്ലാത്ത പ്രയോജനം നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.